ഇന്ന് നമ്മൾ +2 അക്കൗണ്ടൻസി വിത്ത് AFSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2024 കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും വെച്ചുകൊണ്ടാണ് ഡിസ്കഷൻ നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് +2 അക്കൗണ്ടൻസി AFS എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഒപ്പം തന്നെ ഇപ്പോൾ എഴുതിയ കുട്ടികൾക്കും വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ പല കുട്ടികളും ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ നടത്തണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ആവശ്യപ്പെട്ടവരും ഇത് കാണുന്നവരെല്ലാവരും തന്നെ ഒന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക, ഒപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ദ റേഷ്യോ ഇൻ വിച്ച് ഓൾഡ് പാർട്ണേഴ്സ് ഷെയർ ദ പ്രീമിയം ഫോർ ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ബൈ ദ ന്യൂ പാർട്ണർ. ഒരു പുതിയ പാർട്ണർ, അതായത് അഡ്മിഷൻ്റെ സമയത്ത് ഒരു പാർട്ണറെ കൊണ്ടുവരുന്ന പ്രീമിയം ഫോർ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് ഓൾഡ് പാർട്ണേഴ്സ് ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണല്ലേ. ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സാക്രിഫൈസിങ് റേഷ്യോയിലാണ് അത് ഷെയർ ചെയ്യേണ്ടത്. ദെൻ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ ജനറൽ റിസർവ് അപ്പിയറിംഗ് ഇൻ ദി ഓൾഡ് ബാലൻസ് ഷീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു. ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ബാലൻസ് ഷീറ്റിലെ ജനറൽ റിസർവ് നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണല്ലേ. ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യേണ്ടതാണ് ജനറൽ റിസർവ്. ദെൻ എ ബി ആൻഡ് സി ആർ പാർട്ണേഴ്സ് ഹു ഷെയർ പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1 ബി റിട്ടയർഡ് ഫ്രം ദി ഫേം ന്യൂ റേഷ്യോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ അല്ലേ. അത് ബി ആണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ എ ബി സി, അപ്പോൾ ഈ ബിയുടെ ആ ഒരു ഷെയർ നമ്മൾ സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലേ. ബാക്കി വരുന്ന 3:1 ആണ് നമുക്കിവിടെ ആൻസറായിട്ട് വരുന്നത് അല്ലേ. 3:1 ആണ്. ഇനി അടുത്ത് നോക്കുക: കംപ്ലീറ്റ് ദ ജേണൽ എൻട്രി. താഴെ പറയുന്നതിൽ ഡാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസീസ്ഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ നറേഷൻ കൂടി ശ്രദ്ധിക്കണം. പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡെത്ത് സംഭവിക്കുമ്പോൾ അല്ലേ, ആ ഡിസീസ്ഡ് ആയിട്ടുള്ള മരിച്ച പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് നമ്മൾ ആ ഒരു ഡെത്ത് നടന്ന ഡേറ്റ് വരെയുള്ളത് നമ്മൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ടാണ് അല്ലേ. അതായത് ഡിസീസ്ഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്. ദെൻ ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ഇഫ് എ പാർട്ണർ ടേക്സ് ഓവർ ആൻ അസറ്റ് ഡാഷ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. നമ്മൾ ഡിസൊല്യൂഷൻ്റെ സമയത്ത് ഒരു പാർട്ണർ ഒരു അസറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഏത് അക്കൗണ്ടിലാണത് ഡെബിറ്റ് എന്നുള്ളതാണ്. നമുക്ക് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുന്നത് അല്ലേ. ഏത് പാർട്ണറാണോ ആ ഒരു അസറ്റ് ഏറ്റെടുത്തത് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം അല്ലേ. ദെൻ ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലൈബിലിറ്റിയാണ്. അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. മറ്റ് ലൈബിലിറ്റി പോലെ തന്നെ അത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗീവൻ ഈ 2 സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് ദി ഫിക്സഡ് ക്യാപിറ്റൽ ഓഫ് പാർട്ണേഴ്സ് മേ ചേഞ്ച്. നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ചേഞ്ച് ചെയ്യാനുള്ള 2 സാധ്യതകൾ എന്ന് പറയുന്നത്: ഒന്ന്, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു അല്ലേ, കൂടുതലായിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. 2, നമുക്ക് ഡ്രോവിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ നടക്കുമ്പോഴും, വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ അല്ലേ, ക്യാപിറ്റലിൽ നിന്ന് പിൻവലിക്കുമ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ടിനെ അത് ബാധിക്കും അല്ലേ. ഈ 2 സാഹചര്യങ്ങളാണ് ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ അത് വേരി ചെയ്യുക അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുക, മാറ്റം വരുന്നത് അല്ലേ. ലിസ്റ്റ് ഔട്ട് എനി 4 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ്. ഇതാണ് എൻ്റെ ആൻസർ കീ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ദെൻ നമുക്ക് ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ്: ഒന്ന്, ലൊക്കേഷൻ ഓഫ് ബിസിനസ്, നേച്ചർ ഓഫ് പ്രോഡക്റ്റ്, മാർക്കറ്റ് കണ്ടീഷന്, സ്പെഷ്യൽ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതെല്ലാം ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണല്ലേ. അപ്പോൾ ഏതെങ്കിലും 4 പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/2 മാർക്ക് വെച്ച് 2 മാർക്ക് ലഭിക്കുന്നതാണ്. Then Jaya and Ladit are partners sharing profits in the ratio of 3:2. They admit Janagi as a new partner. The new ratio is 3:2:1. Calculate the sacrificing ratio. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ഒപ്പം തന്നെ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണല്ലേ. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ജെയുടെ സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ ജെയുടെ ഓൾഡ് റേഷ്യോ 3/5 ആണല്ലേ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 3:2 എന്നാണ്. അപ്പോൾ 3/5, 3 + 2 ആണ് 5 വരിക. അപ്പോൾ 3/5 ആണ് ജെയുടെ. ലളിതയുടെ ആണെങ്കിൽ 2/5 ആണ് ഓൾഡ് റേഷ്യോ അല്ലേ. ഇനി ജെയുടെ ന്യൂ റേഷ്യോ എത്രയാണ്? 3/6 ആണല്ലേ. 3/6. അപ്പോൾ നമുക്ക് ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ കുറയ്ക്കണം. അപ്പോൾ 3/5 നിന്ന് 3/6 നമ്മൾ കുറയ്ക്കണം. നോക്കുക, 3/5 മൈനസ് 3/6 അല്ലേ. നമുക്കിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തുകൊണ്ട് അത് ഈസി ആയിട്ട് കുറച്ചെടുക്കാം. 3 എന്ന് വരും അല്ലേ. അതുപോലെ തന്നെ ലളിതയുടെയും കണ്ടുപിടിക്കുന്നു. 2/5 മൈനസ് 2/6. അപ്പോൾ നമുക്ക് 2 എന്ന് ആൻസർ വരുന്നു. അപ്പോൾ 3:2 ആണ്
സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് വരിക. ഓക്കെ, നമുക്കടുത്ത് നോക്കാം. ഗീവൻ ഈ 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമും തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ എഴുതാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കും. ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമിൽ റിയലൈസേഷൻ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു, പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമിൽ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ടും അടച്ചു പൂട്ടുന്നു അല്ലേ. അപ്പോൾ അതുപോലുള്ള ഏതെങ്കിലും 2 ഡിഫറൻസസ് എഴുതുക. ദെൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അടുത്തത് പോകുന്നത്. അനു ആൻഡ് മനു ആർ പാർട്ണേഴ്സ്. അനു ഡ്രോസ് 5,000 ഓൺ ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആൻഡ് മനു ഡ്രോസ് 10,000 ഓൺ ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഒരു നിശ്ചിത എമൗണ്ട് വെച്ച് ഒരു മാസത്തിൻ്റെ എല്ലാ ആദ്യത്തെ ദിവസവും വിഡ്രോ ചെയ്യുന്നു. രണ്ടാമത് ഒരു നിശ്ചിത എമൗണ്ട് എല്ലാ മാസത്തിൻ്റെയും ലാസ്റ്റ് ഡേയിൽ വിഡ്രോ ചെയ്യുന്നു അല്ലേ. അപ്പോൾ രണ്ടിലും നമുക്ക് ഇക്വേഷൻസ് ഡിഫറൻ്റ് ആണ്. ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഓരോ മാസവും നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ഓരോ മാസമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് 5012 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കൊരു വർഷത്തെ വിഡ്രോവലിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം അല്ലേ. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, 6.5 ഡിവൈഡ് ബൈ 12 ഇൻറ്റു പിന്നെ 6% അല്ലേ, അതായത് 6/100. ലാസ്റ്റ് ഡേ ആണെങ്കിലോ അത് നമുക്ക് എമൗണ്ട് 10,000 ഇൻറ്റു 12 വെച്ച് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 6.5 പകരം നമ്മൾ 5.5 എടുക്കും അല്ലേ, ഡിവൈഡ് ബൈ 12 ഇൻറ്റു 6% അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നോക്കുക. ഇവിടെ അനുവിൻ്റെ കണ്ടുപിടിക്കുന്നത് ആദ്യം 5,000 ഇൻറ്റു 12 ദെൻ 6 ഡിവൈഡ് ബൈ 100 അതായത് 6%. അത് ആദ്യം എഴുതിയാലും കുഴപ്പമില്ല. ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 12 അല്ലേ. 12 എന്ന് വെച്ചാൽ 12 മന്ത്സാണ് ഒരു വർഷമുള്ളത്, അതാണ്. അപ്പോൾ 1950 എന്ന് കിട്ടും. അത് കണ്ടുപിടിക്കുന്നതിന് 1.5 മാർക്ക് കിട്ടും. ദെൻ മനുവിൻ്റെ നമുക്ക് 10,000 ഇൻറ്റു 12 ഇൻറ്റു 6/10 ഇൻറ്റു 5.5 ഡിവൈഡ് ബൈ 12 അല്ലേ, 3300 കിട്ടും. അതിന് 1.5 മാർക്ക്. അപ്പോൾ ടോട്ടൽ 3 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയാണ്. ദെൻ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ബൈ ഫേം ഈസ് 10 lakhs ആൻഡ് ഹെൻസ് ദ പ്രോഫിറ്റ് ഓഫ് ദി ഫേം ഫോർ ദി ലാസ്റ്റ് 5 years വെയർ. ലാസ്റ്റ് 5 വർഷത്തെ പ്രോഫിറ്റുകൾ തന്നിട്ടുണ്ട്. ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ അറ്റ് 3 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഗുഡ് വിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആണല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സൂപ്പർ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന ഇത്രയും പ്രോഫിറ്റുകൾ നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലേ. 1 2 3 4 5 പ്രോഫിറ്റുകൾ ആഡ് ചെയ്യുന്നു. ആൻഡ് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. 5 yearsലേക്കുള്ള പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. നമുക്ക് ആവറേജ് പ്രോഫിറ്റ് 6 lakhs കൂട്ടിയെടുക്കുമ്പോൾ 6 lakhs വരും. അതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1,20,000 വരും അല്ലേ. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് 10% ആണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അത് 10 lakhsൻ്റെ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ 10% ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 10 lakhs ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ 1,00,000 വരും. അപ്പോൾ നമുക്ക് നോർമൽ പ്രോഫിറ്റും കിട്ടി, ആവറേജ് പ്രോഫിറ്റും കിട്ടി. ഇനി നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അതായത് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് 1,20,000 മൈനസ് നോർമൽ പ്രോഫിറ്റ് 1 lakh = 20,000 നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. സൂപ്പർ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് അല്ലേ, അതായത് 20,000 ഇൻറ്റു 3 60,000. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് 3 years പർച്ചേസ് എന്ന്. അപ്പോൾ 20,000 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 60,000 ഗുഡ് വിൽ ലഭിക്കുന്നു. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സാക്രിഫൈസിങ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സാക്രിഫൈസിങ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമുക്കൊരു ഡിഫറൻസ് ആയിട്ട് എഴുതാം. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ് ഇവിടെ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ് അല്ലേ. ദെൻ സാക്രിഫൈസിങ് റേഷ്യോയുടെ വ്യത്യാസമായിട്ട് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷനിലാണ് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുക. ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് റിട്ടയർമെൻറ്റിലാണ് അല്ലേ. റിട്ടയർമെൻറ്റും ഡെത്തും സംഭവിക്കുമ്പോൾ കണ്ടുപിടിക്കാം. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഡിക്രീസ്ഡ്. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തരും എത്രയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്, അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ് കുറയുന്നത് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ് സൂചിപ്പിക്കുന്നത് അല്ലേ, അത് കൂടുന്നതാണ് സൂചിപ്പിക്കുന്നത്. ദെൻ ജേർണലൈസ് ദ ഫോളോവിങ് ട്രാൻസാക്ഷൻസ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഇതിൻ്റെ ജേർണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റിയലൈസേഷൻ എക്സ്പെൻസ് 3,000, അതായത് റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ് ജേർണലിൽ വരുന്നത് അല്ലേ. റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കുമ്പോൾ ബാങ്ക് ഓർ ക്യാഷ് എന്ന് എഴുതാം. ദെൻ അൺറെക്കോർഡഡ് അസറ്റ് റിയലൈസ്ഡ്. അൺറെക്കോർഡഡ് അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ അൺറെക്കോർഡഡ് അസറ്റ് വിറ്റ് ക്യാഷ് കിട്ടിയെന്നാണ് അല്ലേ. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് എഴുതേണ്ടത്. അടുത്ത ഫർണിച്ചർ അക്കൗണ്ട് ട്രാൻസ്ഫേർഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഫർണിച്ചർ എന്ന് വെച്ചാൽ അസറ്റ് ആണല്ലേ. അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ഫർണിച്ചർ എന്ന് ജേർണലിൽ വരും അല്ലേ. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ, റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ഫർണിച്ചർ. ഓക്കെ,
ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അമർ അക്ബർ അന്തോണി അല്ലേ, ആൻ്റണി ആർ പാർനേസ് ഓൺ 31 December 2010. ആൻ്റണി റിട്ടയർ ചെയ്യുന്നു. ഓൺ ദി ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷോഡ് എ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് 6 lakhs. റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ആൻ്റണിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് 6 lakhs ആയിരുന്നു. ഇറ്റ് വാസ് എഗ്രീഡ് ദാറ്റ് ദ എമൗണ്ട് വിൽ ബി പെയ്ഡ് ഇൻ 5 equal ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ്. 6 ലക്ഷം രൂപയാണ് അയാൾക്ക് കൊടുക്കാനുള്ളത്. അത് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റുകൾ കൊണ്ട് തിരിച്ചടയ്ക്കും, അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് മുഴുവൻ എമൗണ്ടും കൊടുത്തിട്ടില്ല. 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പോൾ 6 ലക്ഷം ഡിവൈഡ് ബൈ 5 അല്ലേ. അപ്പോൾ നമുക്ക് 1,20,000 വെച്ച് വരും ഒരു വർഷം. അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. 6 ലക്ഷം രൂപയാണ് മൊത്തം കൊടുക്കാനുള്ളത്. അതിന് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ആക്കാൻ വേണ്ടി 6 ലക്ഷത്തെ നമ്മൾ ഡിവൈഡ് ചെയ്ത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1,20,000 കണ്ടുപിടിക്കുന്നു. ഇനി നമുക്ക് 10% ഇൻട്രസ്റ്റും അതിൻ്റെ കൂടെ കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ആൻ്റണിയുടെ ലോൺ അക്കൗണ്ട് 4 വർഷത്തേക്ക് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മൾ ലോൺ അക്കൗണ്ടിൽ ആദ്യം തന്നെ ലോൺ അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ബൈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് 6 lakhs അവിടെ എഴുതണം അല്ലേ. അപ്പോൾ ബൈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ലോൺ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്ത് വെച്ചാൽ തന്നേരം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് 6 lakhs അത് ക്രെഡിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇൻട്രസ്റ്റ് 6 lakhsൻ്റെ ഇൻട്രസ്റ്റ് 10% ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ 60,000 രൂപ നമ്മൾ ഇൻട്രസ്റ്റും ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ മൊത്തം 6,60,000 രൂപയാണ് കൊടുക്കാനുള്ളത്. അതിൽ നമ്മൾ ടു ക്യാഷ് എന്ന് പറഞ്ഞ് ഓരോ വർഷത്തെയും നിശ്ചിത ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടും, അതായത് നമ്മൾ 1,20,000 കണ്ടുപിടിച്ച് വെച്ചില്ലേ, 6 ലക്ഷം ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞുകൊണ്ട് ആ 1,20,000 ഈ വർഷത്തെ ഇൻട്രസ്റ്റോടും കൂടി 1,80,000 രൂപ നമ്മൾ കൊടുക്കണം. അപ്പോൾ ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം 1,80,000 നമ്മൾ അടയ്ക്കുന്നു. ഇനി നമ്മളിതിനെ ബാലൻസ് ചെയ്യുന്നു. ടു ബാലൻസ് 4,80,000. ഇതേ ബാലൻസ് തന്നെ നമ്മൾ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നു 4,80,000. ഇനി 4,80,000-ൻ്റെ 10% നമുക്ക് കണ്ടുപിടിച്ചാൽ മതി ഇൻട്രസ്റ്റ് ഇനത്തിൽ. ബൈ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നു അല്ലേ, ഇൻട്രസ്റ്റ് കൊടുക്കാൻ സമയമാകുന്നു. അപ്പോൾ വർഷാവസാനം ഇവിടെ ഡേറ്റ് ഒന്നും തരാത്തതുകൊണ്ട് ഇവിടെ ഡേറ്റ് എഴുതണ്ട, അല്ലെങ്കിൽ വർഷത്തിൻ്റെ അവസാനത്തെ ഡേറ്റ് ഇടുക. അപ്പോൾ 48,000 രൂപ നമുക്ക് കിട്ടും. ഇനി ഈ 48,000-ഉം 1,20,000-ഉം ആ 1,20,000 മാറ്റമൊന്നുമില്ല. എല്ലാ വർഷവും 1,20,000 അതിൻ്റെ കൂടെ ആ വർഷം ബാധകമായിട്ടുള്ള ഇൻട്രസ്റ്റോടും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 1,20,000 പ്ലസ് 48,000 1,68,000 വരും. ഓക്കെ, അപ്പോൾ 1,68,000 എഴുതി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്തിട്ട് നമ്മളത് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എടുത്തെഴുതുന്നു. ഇനി ആ വർഷം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ ഒരു 3,60,000 10% 36,000. ഈ 36,000 പ്ലസ് പിന്നെ 1,20,000 നമുക്ക് 1,56,000 നമ്മൾ ടു ക്യാഷ് എന്ന് പറഞ്ഞ് അടയ്ക്കുന്നു. ആ വർഷം നമ്മൾ ബാലൻസ് ചെയ്യുന്നു 2,40,000. അത് നമ്മൾ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നു. വീണ്ടും 2,40,000-ൻ്റെ 10% ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നു 24,000. അതും 1,20,000 കൂടി 1,40,000 അല്ലേ, 44,000. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ 1,20,000 കിട്ടുന്നു അല്ലേ. അതിനുശേഷം അത് വീണ്ടും 1,20,000 നമ്മൾ അടുത്ത വർഷത്തെ 4ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ അത് എടുത്തെഴുതുന്നു. അതിനുശേഷം 12,000 രൂപ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 12,000 1,20,000 കൂട്ടി 1,32,000 അല്ലേ. പിന്നെ നമുക്ക് ബാലൻസ് ഇല്ല അല്ലേ, നമുക്ക് ടാലി ആവുന്നു 1,32,000 രൂപ വരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഓഫ് ആഷ ആൻഡ് നിഷ പ്രൊവൈഡഡ് ദാറ്റ് പ്രോഫിറ്റ് വിൽ ബി ഷെയർഡ് ഈക്വലി. പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് പറഞ്ഞ കാര്യമാണ്, പ്രോഫിറ്റ് നമ്മൾ ഈക്വലായിട്ട് ഷെയർ ചെയ്യും. ആഷ വിൽ ബി അലൗഡ് എ സാലറി ഓഫ് 5,000 per annum. ആഷയ്ക്ക് സാലറി 5,000 per annum ഉണ്ട്. 6% ഇൻട്രസ്റ്റ് വിൽ ബി അലൗഡ് ഓൺ ക്യാപിറ്റൽ. ഇപ്പോൾ രണ്ടുപേരുടെയും ക്യാപിറ്റൽ 6% ഇൻട്രസ്റ്റ് അലൗ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 2 പേർക്കുമാണ്. പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് 2 പേർക്കും അത് കൊടുക്കേണ്ടതാണ്. ഡ്യൂറിങ് ദി ഇയർ 2011 നിഷ ഏൺഡ് എ കമ്മീഷൻ. നിഷയ്ക്ക് കമ്മീഷൻ 10,000 വാർഷികമായിട്ട് ആനുവൽ കമ്മീഷൻ 10,000 ഉണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ ബിഫോർ ദി ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റ് 4 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളോട് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ഐഷ ആൻഡ് നിഷ ഷോയുടെ ക്രെഡിറ്റ് ബാലൻസ്. ഐഷയുടെയും നിഷയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ആവശ്യമാണല്ലേ, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ആവശ്യമാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ആദ്യം നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എടുത്തെഴുതുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റ് 4 ലക്ഷം രൂപ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ബൈ ബാലൻസ് അല്ലെങ്കിൽ ബൈ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ട് നമ്മൾ എഴുതുന്നു. അതിനുശേഷം നമ്മൾ കൊടുക്കാനുള്ള തുകയൊക്കെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. കിട്ടുന്നതൊക്കെ അതായത് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഒപ്പം തന്നെ കമ്മീഷന്, സാലറി, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാപിറ്റലിന് ഈ ലാഭത്തെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ് അല്ലേ, പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ ഡെബിറ്റാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപ നമ്മൾ എഴുതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാലറി ആഷയുടെ 60,000 ആണല്ലേ, ആഷയുടെ 60,000 ആണ് സാലറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 5,000 പെർ മന്ത് എന്നാണല്ലേ. അപ്പോൾ 5,000 നമ്മൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 12 മാസമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ ഈ ഒരു 60,000 കണ്ടെത്തിയിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഷയുടെ 18,000 ആണല്ലേ. എങ്ങനെയാണ് 18,000 കിട്ടിയത്? ആഷയുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കുക, 3 ലക്ഷം.
അതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിരിക്കുന്നത്? 6% ആണല്ലേ. 3,06,000 ആർഷിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 18,000. അതുപോലെ തന്നെ നിഷയുടെ നമ്മൾ കണ്ടുപിടിക്കുന്നു 12,000. പിന്നെ കമ്മീഷനുണ്ട് നിഷയ്ക്ക് 10,000, അത് നമ്മൾ എഴുതി. അതിനുശേഷം നമ്മളിത് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ ഈക്വലായിട്ട് ആർഷിയുടെയും നിഷയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 3 ലക്ഷം കിട്ടും. അത് നമുക്ക് 1:1 ആയിട്ട് നമുക്ക് ഈക്വൽ പാർട്ട്നേഴ്സാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വൽ പാർട്ട്നേഴ്സ് ആയിരിക്കും. ഇവിടെ പ്രോഫിറ്റ് വിൽ ബി ഷെയർഡ് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1:1 ആണ് അതിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 8 മാർക്കിൻ്റെ ക്വസ്റ്റിനിലേക്ക് പോകാം. ഫോളോവിങ് ആർ ദി ബാലൻസ് ഷീറ്റ് ഓഫ് അമൽ ആൻഡ് ബിമൽ അല്ലേ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 ആണ്. നമുക്ക് കമൽ ഈസ് അഡ്മിറ്റഡ് ആസ് എ പാർട്ണർ, ഒരു പുതിയ പാർട്ണർ അഡ്മിഷനാണ്. അപ്പോൾ അഡ്മിഷനോട് ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം തയ്യാറാക്കേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ടാണ് അല്ലേ. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ നമുക്ക് അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ചേഞ്ചസ് ആണ് എഴുതേണ്ടത്. കമൽ ബ്രിങ് ₹1,20,000 ഓഫ് ക്യാപിറ്റൽ. കമൽ 1,20,000 ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. ഇത് നമുക്ക് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് കമലിൻ്റെ കോളത്തിൽ കാണിക്കണം അല്ലേ. അപ്പോൾ തന്നെ 90,000 ഓഫ് ഷെയർ ഓഫ് ഗുഡ്വില്ലായിട്ട് 90,000 കൊണ്ടുവരുന്നു. ഇത് നമ്മൾ ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ ഒരു 90,000 സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കാണിക്കേണ്ടതാണ് അല്ലേ. ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് കാണിക്കാവുന്നതാണ്. ദെൻ പ്ലാന്റ് ഈസ് ടു ബി അപ്രീഷിയേറ്റഡ് ടു 1,20,000 ആൻഡ് ബിൽഡിംഗ് അപ്രീഷിയേറ്റഡ് ബൈ 10%. പ്ലാന്റ് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നത് ടു 1,20,000 എന്നാണ് അല്ലേ. അപ്പോൾ 2 എന്നുള്ള പദം നമ്മൾ നോക്കണം. നേരത്തെ പ്ലാന്റിൻ്റെ വില എത്രയായിരുന്നു? പ്ലാന്റിൻ്റെ വില 1,00,000 ആയിരുന്നു അല്ലേ. ഇപ്പോൾ അത് 1,20,000 ആയെന്നാണ് അർത്ഥം. അല്ലാണ്ട് 1,20,000 മൊത്തം കൂടിയെന്നല്ല. 1,00,000 എന്നുള്ളത് 1,20,000 ആയി. 2 എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 20,000 ആണ് ഇൻക്രീസ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, ആ 20,000 ക്രെഡിറ്റ് ചെയ്യണം. ബിൽഡിംഗ് അപ്രീഷിയേറ്റഡ് ബൈ 10%. ബിൽഡിങ്ങിൽ 10% വർധനവ് ഒന്നാണ്. ബിൽഡിങ്ങിൻ്റെ 10%, 1,50,000 10% 15,000 അല്ലേ. അപ്പോൾ അത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. സ്റ്റോക്ക് ഫൗണ്ട് ഓവർ വാല്യൂഡ്. സ്റ്റോക്കിൻ്റെ വാല്യൂ എടുത്ത് നോക്കിയപ്പോൾ 3,000 കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ 3,000 കൂടുതലാണല്ലേ. അപ്പോൾ കൂടുതലാകുമ്പോൾ എന്ന് വെച്ചാൽ അത്രയും കുറവ് ഉണ്ടാകണം. സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടുതലായിട്ട് 3,000 കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം സ്റ്റോക്കിൽ അത്രയും 3,000 ഓവർ വാല്യൂഡാണല്ലേ. ഓവർ വാല്യൂഡാണ്. അതിൻ്റെ നോർമൽ വാല്യൂയിൽ കൊണ്ടുവരണമെങ്കിൽ 3,000 കുറയേണ്ടതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൽ അതിനെ 3,000 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ. പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യാണ്. അത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെപ്റ്റേഴ്സിൻ്റെ 5% അല്ലേ. ഡെപ്റ്റേഴ്സിൻ്റെ 5% അത് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് നോക്കുകയും നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയും ബിൽഡിങ്ങും അത് കൂടിയായിട്ട് കാണിച്ചു. സ്റ്റോക്ക് കുറഞ്ഞു, ലയബിലിറ്റി കൂടി അല്ലേ. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളതിനെ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ടാണ് കിട്ടുക. ഡിവൈഡ് ചെയ്യുമ്പോൾ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അതിനെ ഡിവൈഡ് ചെയ്യുക അല്ലേ. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഓൾഡ് പാർട്ണേഴ്സിൻ്റെ മാത്രം ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എഴുതുക. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് നമ്മൾ എഴുതുന്നു. ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഇവിടെ എഴുതി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 1,80,000 എന്നാണല്ലേ. 1,80,000 ഇവിടെ 0 അങ്ങോട്ട് ഇറങ്ങിയാണ് കിടക്കുന്നത്. അടുത്തത് ക്യാഷ് എന്ന് പറഞ്ഞ് കമൽ അയാളുടെ ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നു. ഓക്കെ, ദെൻ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് നമ്മൾ എഴുതി. റീവാലുവേഷൻ പ്രോഫിറ്റ് ഇതാണ് റീവാലുവേഷൻ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. റിസർവ് നമ്മൾ ഡിവൈഡ് ചെയ്തു. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റിസർവ് പ്രോഫിറ്റ് ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഡിവൈഡ് ചെയ്തു. ഗുഡ്വില് നമ്മൾ 60,000 30,000 അല്ലേ. ഇവിടെ ഗുഡ്വിൽ എഴുതുന്നതിന് പകരം നിങ്ങൾ ക്യാഷ് എന്ന് എഴുതാണ് നല്ലത്. കാരണം ക്യാഷ് അക്കൗണ്ടിനൂടെ ഈ ഒരു എമൗണ്ട് കൂട്ടേണ്ടതാണ് അല്ലേ. ക്യാഷ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഗുഡ്വിൽ നിന്ന് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ 60,000 30,000 കൊണ്ടുവന്നിരിക്കുന്ന ഗുഡ്വിലിനെ അവരുടെ ഓൾഡ് റേഷ്യോയിൽ, അതായത് സാക്രിഫൈസ് റേഷ്യോ തന്നെയാണ് ഓൾഡ് റേഷ്യോ വരുന്നത് അല്ലേ. അപ്പോൾ ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബാലൻസ് ചെയ്യുകയാണ് അല്ലേ. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസ് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഏതായാലും ബാലൻസ് കിട്ടുന്നത് ഇത്രയും എമൗണ്ടാണ്. അതായത് ഈ ടോട്ടൽ തന്നെയാണ് ബാലൻസ് വരുന്നത് അല്ലേ. കാരണം ഇവിടെ വേറെ ഡെബിറ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. ഈ ടോട്ടൽ തന്നെയാണ് നമുക്കിവിടെ ബാലൻസ് ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. നോക്കുക, അത് കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ പുതിയ വാല്യൂ എഴുതുന്നു. ക്രെഡിറ്റേഴ്സിന് മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിൽ പഴയ വാല്യൂ തന്നെ. ഇനി 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എഴുതുന്നു അല്ലേ. ഇത് 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്. ഇതാണ് 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്. അത് ഓരോ ഐറ്റം ഇങ്ങോട്ട് ഇറങ്ങിയാണ് എമൗണ്ട് കിടക്കുന്നത് കേട്ടോ. 19,26,000 1,92,667 അല്ലേ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ളതും ക്യാഷ് ഇൻ ഹാൻഡ്. പുതിയ ക്യാഷ് നമ്മൾ കൂട്ടിയെടുക്കണം. പഴയ ബാലൻസ് എത്രയായിരുന്നു? പഴയ ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബാലൻസ് നോക്കുക. ക്വസ്റ്റ്യനിൽ ക്യാഷ് അക്കൗണ്ട് 50,000 ബാലൻസ് ഉണ്ട് അല്ലേ. അതിൻ്റെ ഇവിടെ 1,20,000 ക്യാപിറ്റൽ കൊണ്ടുവന്നു. 1,20,000 പ്ലസ് 50,000 പിന്നെ 90,000 ഗുഡ്വിലും കൊണ്ടുവന്നു അല്ലേ. എല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ക്യാഷിൻ്റെ പുതിയ ബാലൻസ് വരുന്നത്. അപ്പോൾ അത് 2,60,000 വരും. ഡെപ്റ്റേഴ്സിൽ നിന്ന് പ്രൊവിഷൻ കുറച്ചിട്ട് 57,000 എഴുതണം. സ്റ്റോക്കിൻ്റെ പുതിയ വാല്യൂ എഴുതണം 3,000 കുറച്ചിട്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി അതിൻ്റെ പുതിയ വാല്യൂ 1,20,000. ബിൽഡിങ്ങിൻ്റെ പുതിയ വാല്യൂ 1,60,000 അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ ഇത് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ റിയലൈസേഷൻ അക്കൗണ്ട്. അതായത് നമുക്ക് ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രോബ്ലമാണ് വന്നത്. പക്ഷേ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. ഇവിടെ നമുക്ക് അർജൻറ്റ് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കണം.
ക്രെഡിറ്റേഴ്സ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. റിസർവ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പ്രൊവിഷൻ ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ അടുത്തത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ മതി, ഇപ്പോൾ ആവശ്യമില്ല. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ഫർണിച്ചർ, പ്ലാന്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രയും അസറ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. ക്യാപിറ്റൽ ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടാണ് എഴുതേണ്ടത്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് വരച്ചിരിക്കുന്നത് നോക്കുക. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ഫർണിച്ചർ, പ്ലാന്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന എല്ലാം ബാലൻസ് ഷീറ്റ് വാല്യൂയിൽ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ക്രെഡിറ്റേഴ്സിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു അല്ലേ. ദെൻ അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ അജയ് ടു ടേക്ക് ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ്, അജയ് ഒരു അസറ്റ് ഏറ്റെടുക്കുകയാണ് 8000 രൂപയ്ക്ക് അല്ലേ. അപ്പോൾ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വരണം. അപ്പോൾ അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിയലൈസേഷൻ ആണ്. അപ്പോൾ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ അജയ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കേണ്ടതാണ്. 8000 രൂപ കാണിക്കണം അല്ലേ. അടുത്ത എന്താ നോക്കുക, അതർ അസറ്റ്സ് റിയലൈസ്ഡ്, അസറ്റ് വിറ്റ് കിട്ടിയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും എമൗണ്ട് കൂട്ടിയിട്ട് ബൈ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാക്കറ്റിൽ അസറ്റ് റിയലൈസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു എമൗണ്ട് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. ബൈ ബാങ്ക് 53000 രൂപ വരും. ദെൻ അടുത്ത പറഞ്ഞിരിക്കുന്ന റിയലൈസേഷൻ എക്സ്പെൻസ് എമൗണ്ട് ടു 2000, റിയലൈസേഷൻ എക്സ്പെൻസ് 2000 ആണ്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക് അല്ലേ, ടു ബാങ്ക് റിയലൈസേഷൻ എക്സ്പെൻസ് 2000. ഇനി ക്രെഡിറ്റേഴ്സ് എഗ്രി ടു അക്സെപ്റ്റ് 35,000, ക്രെഡിറ്റേഴ്സിന് 35,000 മതി എന്ന് പറഞ്ഞു. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക് അല്ലേ, ടു ബാങ്ക് 35,000. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റേഴ്സും ആകും. അതിനുശേഷം നമ്മൾ റിയലൈസേഷൻ ലോസ് കണ്ടുപിടിക്കുന്നു. 3000 2000 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ പിന്നീട് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കണ്ടുപിടിക്കുന്നു. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ആദ്യം എഴുതുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് റിസർവ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ടു റിയലൈസേഷൻ 3000 2000 വന്നിട്ടുണ്ട്. അത് നമ്മൾ അവർ അസറ്റ് ഏറ്റെടുക്കുന്നതിൻ്റെയാണ്. ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3000 2000 ഈ പറഞ്ഞിരിക്കുന്നത് റിയലൈസേഷൻ ലോസ് ആണ് അല്ലേ, റിയലൈസേഷൻ ലോസ് ആണ്. ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ 8000 പറഞ്ഞിരിക്കുന്നത് അജയ് അസറ്റ് ഏറ്റെടുത്തതാണ്. ദെൻ അവസാനം ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് അതിന് ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡിലാണ് കുറവ്. അതുകൊണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ആ ബാലൻസ് എഴുതി വിടുന്നു അല്ലേ. ഇനി ബാങ്ക് അക്കൗണ്ട് വരയ്ക്കുന്നു. ബാലൻസ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതണം. ബൈ റിയലൈസേഷൻ 2000, ബൈ റിയലൈസേഷൻ 30,000, ടു റിയലൈസേഷൻ 53,000 അല്ലേ. അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നതാണല്ലേ. റിയലൈസേഷൻ അക്കൗണ്ടിൽ ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി നമ്മൾ ബാങ്ക് അക്കൗണ്ടിലും വരും അല്ലേ. അജയ്സ് ക്യാപിറ്റൽ, വിജയ്സ് ക്യാപിറ്റൽ 16,000 19,000 അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന 16,000 19,000 അതും കൂടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 72,000 രൂപ കിട്ടുന്നു അല്ലേ, ബാങ്ക് അക്കൗണ്ട് കിട്ടുന്നു. അപ്പോൾ പാർട്ട് 1 നമ്മൾ ഇതോടുകൂടി കംപ്ലീറ്റ് ആക്കി. നമുക്കിനി AFSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ, ഡീറ്റെയിൽഡായിട്ട് ഒത്തിരി പറയുന്നില്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ദേ ആർ ഓണേഴ്സ് ഓഫ് ദി കമ്പനി അല്ലേ, കമ്പനിയിൽ ഓണേഴ്സ് ആണ്. ദ ലോ ഫോൺ റേഷ്യോ ഫോർഫീറ്റഡ് ഷെയർസ് ഈസ്, ലോ ഫോൺ റേഷ്യോ ഫോർഫീറ്റഡ് ഷെയർസ് അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിലേക്കാണ് അല്ലേ, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ ക്യാഷ് പേയ്മെൻറ്റ് ടു സപ്ലൈസ് റിസൾട്ട് ഇൻ, ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഔട്ട് ഫ്ലോ ആണ് അല്ലേ, ക്യാഷ് ഔട്ട് ഫ്ലോ. ഡിബഞ്ചേഴ്സ് വിച്ച് ആർ ട്രാൻസ്ഫറബിൾ ബൈ മിയർ ഡെലിവറി, വെറുതെ നമ്മൾ ജസ്റ്റ് ഡെലിവറി കൊണ്ട് വെറുതെ കൈമാറ്റം കൊണ്ട് നമുക്ക് ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം ഡിബഞ്ചറുകൾക്ക് പറയുന്നത് ബെയറർ ഡിബഞ്ചേഴ്സ് ആണ് അല്ലേ, ബെയറർ ഡിബഞ്ചേഴ്സ് ആണ്. ഇൻ ദി ബാലൻസ് ഷീറ്റ് ഓഫ് എ കമ്പനി റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷോൺ അണ്ടർ ദി ഹെഡിങ്, ബാലൻസ് ഷീറ്റിൽ നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് കാണിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ കീഴിലാണ്. കമ്പാരിറ്റീവ് അനാലിസിസ് ഓൾസോ നോൺ ആസ്, കമ്പാരിറ്റീവ് അനാലിസിസ് നമ്മൾ ഹോറിസോണ്ടൽ അനാലിസിസ് എന്നും പറയാറുണ്ടല്ലേ. ദെൻ സ്റ്റേറ്റ് എനി ടു ഡിഫറൻസസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഷെയർസും ഡിബഞ്ചേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, രണ്ട് വ്യത്യാസങ്ങൾ എഴുതാനാണ്. ഷെയർ ഒരു ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ്, ഷെയറിൻ്റെ മേൽ കിട്ടുന്ന റിട്ടേൺ ഡിവിഡൻ്റാണ്. ഡിബഞ്ചർ ഒരു ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയാണ്. ഡിബഞ്ചറിൽ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ് അല്ലേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എനി ടു ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്, ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെ രണ്ട് ലിമിറ്റേഷൻസ്. ഇത് പ്രൈസ് ലെവൽ ചേഞ്ചസ് കണക്കിലെടുക്കുന്നില്ല. ഇത് ജസ്റ്റ് സ്റ്റഡി റിപ്പോർട്ട്സ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ഒരു ജസ്റ്റ് സ്റ്റഡി റിപ്പോർട്ട് മാത്രമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. നമുക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിട്ടുണ്ട്, ആവറേജ് ഇൻവെൻട്രിയും തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി ആണ് അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറയ്ക്കുന്നതാണ്. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 8 lakhsൻ്റെ 10% ആണ് അല്ലേ. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 10% ആണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ 10% അല്ലേ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ നിന്ന് ഈ ഗ്രോസ് പ്രോഫിറ്റ് ഈ 10%, 8 ലക്ഷത്തിൻ്റെ 10% 80,000 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 7,20,000 കിട്ടും അല്ലേ. ഇനി 7,20,000 ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി 1,10,000 നമുക്ക് 6.54 ടൈംസ് ആണ് നമുക്ക് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കിട്ടുക. മെൻഷൻ എനി ടു ക്യാഷ് ഇൻഫ്ലോസ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റിയിലെ 2 ക്യാഷ് ഇൻഫ്ലോ എക്സാമ്പിൾ എഴുതാനാണ്. ഒരു ബാങ്ക് ലോൺ എടുത്തു അല്ലേ, ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്തു ക്യാഷിന്, അപ്പോൾ അതൊക്കെ ഫിനാൻസിങ് ആക്ടിവിറ്റിയിലെ ക്യാഷ് ഇൻഫ്ലോ ആണ്. ദെൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ആൽഫ ലിമിറ്റഡ് പർച്ചേസ്ഡ് പ്ലാന്റ് ഫ്രം ഒമേഗ ലിമിറ്റഡ്.
നമ്മളൊരു അസറ്റ് വാങ്ങിച്ചു 2,70,000 ആണ് അതിൻ്റെ വില. പേയ്മെൻറ്റ് നൽകിയത് ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ് അല്ലേ, കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അപ്പോൾ ഇവിടെ ഇക്വിറ്റി ഷെയർ 100 രൂപയുടെ ഇക്വിറ്റി ഷെയർ 20% പ്രീമിയത്തിലാണ് നൽകിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി പാസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം നമ്മൾ പ്ലാന്റ് വാങ്ങിക്കുന്നതായിട്ട് പ്ലാന്റ് അക്കൗണ്ട് അറ്റ് ഒമേഗ ലിമിറ്റഡ് അല്ലേ, കടമായിട്ട് വാങ്ങിക്കുന്നു. അതിനുശേഷം ഒമേഗ ലിമിറ്റഡിന് നമ്മൾ 2,70,000 മൊത്തം വിലയിട്ടാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ 2,70,000 ആണ് പകരമായിട്ട് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. 2,70,000 ഡിവൈഡ് ബൈ അതിനെ 120 ആയിട്ട് എടുക്കുന്നു അല്ലേ. 120 ആയിട്ട് എടുത്തിട്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടും. അതിന് 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 45,000 കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ ജേണൽ എൻട്രി നമുക്ക് എഴുതാവുന്നതാണ്. A company forfeited 1,000 shares of 10 due to non-payment of second and final call money. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണിയാണ് ഡ്യൂ വരുത്തിയിരിക്കുന്നത്. 2 രൂപയാണ് അതിൻ്റെ വാല്യൂ, 10 രൂപയാണ് മൊത്തം വാല്യൂ. 1000 ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്തു. ദീസ് ഷെയർസ് ആർ റീഇഷ്യൂഡ്, നമ്മളത് 9 രൂപയ്ക്ക് പിന്നീട് റീഇഷ്യൂ ചെയ്തു അല്ലേ. അപ്പോൾ ഫോർഫീഷൻ്റെയും റീഇഷ്യൂവിൻ്റെയും ജേണൽ എൻട്രി ഏതാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഫോർഫീഷൻ്റെ ജേണൽ എൻട്രി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 1000 × 10 അതിൻ്റെ ഫേസ് വാല്യൂ. ടു ഷെയർ ഫോർഫീറ്റഡ് എത്ര രൂപയാണ് അടച്ചതെന്നുള്ളത് 1000 × 8 8,000. ടു കോൾസ് ഇൻ എറിയർ എത്രയാണ് അടയ്ക്കാത്തതെന്നുള്ളത് അല്ലേ, 1000 × 2. അതിനുശേഷം നമ്മൾ ഫോർഫീറ്റഡ് ഷെയർസിൻ്റെ അക്കൗണ്ട് റീഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി അല്ലേ. ബാങ്ക് അക്കൗണ്ട് അറ്റ് 9 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്തത് അല്ലേ, 1000 × 9 9,000. ടു ഷെയർ ഫോർഫീറ്റഡ് അതിൻ്റെ ആ ഒരു എത്ര രൂപയാണ് ഡിസ്കൗണ്ട് വന്നത്, 1000 × 1 1000. ടു ഷെയർ ക്യാപിറ്റൽ ടോട്ടൽ എമൗണ്ട് അല്ലേ. അതിനുശേഷം നമ്മൾ ഒരു ജേണൽ എൻട്രി എഴുതണം. അതായത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഇവിടെയുണ്ട് 1000, ഇവിടെയുണ്ട് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് 8,000 അല്ലേ. 8,000 1000 തമ്മിലുള്ള വ്യത്യാസം 8,000 1000 തമ്മിലുള്ള വ്യത്യാസം 7,000 ആണ് അല്ലേ. അപ്പോൾ അത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞ് 7,000 ട്രാൻസ്ഫർ ചെയ്യണം. എങ്കിലാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ. സ്റ്റേറ്റ് എനി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 3 ഒബ്ജക്റ്റീവ്സ്. ടു ജഡ്ജ് ദ എഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെൻറ്റ്, ടു ഡിസ്ക്ലോസ് അക്കൗണ്ടിംഗ് പോളിസീസ്, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ക്യാഷ് ഫ്ലോ അല്ലേ. അടുത്ത ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി 4 ലക്ഷം 5 ലക്ഷം തമ്മിലുള്ള വ്യത്യാസം 1 ലക്ഷമാണ് അല്ലേ. പക്ഷേ നമുക്കതിൻ്റെ ഒരു കാൽക്കുലേഷൻ കൂടി നടത്തേണ്ടതുണ്ട്. ലോൺ അക്കൗണ്ട് വരയ്ക്കണം. ലോൺ അക്കൗണ്ടിൽ നമുക്ക് ബൈ ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 4 ലക്ഷം രൂപ ലോൺ കാണിക്കണം അല്ലേ. ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ലോങ് ടൈം ലോൺ 4 ലക്ഷം എന്നുള്ളത് ഓപ്പണിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് 5 ലക്ഷം രൂപ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ലാസ്റ്റ് എഴുതണം, 5 ലക്ഷം എഴുതണം. അതിനുശേഷം റീപേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ലോൺ അക്കൗണ്ട് ടു ക്യാഷ് 2 ലക്ഷം തിരിച്ചടച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈ ക്യാഷ് ഇവിടെയാണ് കുറവ് വരുന്നത് അല്ലേ. ഇവിടെ കുറവ് വരുന്നെങ്കിൽ പുതിയ ലോൺ എടുത്തിട്ടുണ്ടാവണം. ബൈ ക്യാഷ് ന്യൂ ലോൺ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡിഫറൻസ് 3 ലക്ഷം രൂപ എഴുതുന്നു അല്ലേ. ഇനി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി കണ്ടുപിടിക്കണം. ഇൻഫ്ലോ എന്ന് പറയുന്നത് പുതിയ ലോൺ എടുത്തതാണ് 3 ലക്ഷം. ഔട്ട് ഫ്ലോ എന്ന് പറയുന്നത് ലോൺ റീപേയ്മെൻറ്റ് 2 ലക്ഷം നടത്തി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. ജനറലൈസ് ദ ഫോളോവിങ് ട്രാൻസാക്ഷൻ. ഡിബഞ്ചർ നമ്മൾ ഫേസ് വാല്യൂയിൽ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ട് റിഡീം ചെയ്യുന്നത് ഫേസ് വാല്യൂയിൽ തന്നെ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിൽ, റീപേയബിൾ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു ബാങ്ക് അക്കൗണ്ട് ഡിബഞ്ചർ ഫേസ് വാല്യൂയിൽ. അതിനുശേഷം അത് റിഡീം ചെയ്യുന്നു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ബാങ്ക് ഫേസ് വാല്യൂ തന്നെ അല്ലേ. അടുത്ത കേസിൽ പറഞ്ഞിരിക്കുന്നത് ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് അറ്റ് 95. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് 5 രൂപ. ദെൻ നമ്മൾ പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്നതുകൊണ്ട് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 5 രൂപ അത് ഇവിടെയും കാണിക്കണം. ദെൻ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 100 രൂപ, ടു പ്രീമിയം ഓൺ റിഡംഷൻ 5 രൂപ അല്ലേ. അങ്ങനെ കാണിച്ചിട്ട് റിഡംഷൻ്റെ സമയത്ത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് 100, പ്രീമിയം ഓൺ റിഡംഷൻ 5, ടു ബാങ്ക് 105 അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നതെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോവിങ് പ്രിപ്പയർ എ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ എൻഡഡ് March 31 അല്ലേ. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ വേണ്ടിയാണ്. പിന്നെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങളത് നോക്കുക കേട്ടോ, ശരിയായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 25 എന്ന് വരും അല്ലേ. ഇനി നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കണം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഷെയർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ കമ്പനി മെയ്ഡ് കോൾസിന് അരിയർ വന്നിട്ടുണ്ടല്ലേ, അത്രയേ ഉള്ളൂ. ഒത്തിരി വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു പ്രോബ്ലം തന്നെയായിരുന്നു. അതിന് ജേണൽ എൻട്രി ആദ്യം ആപ്ലിക്കേഷൻ മണി കിട്ടുന്നു. ആപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്നു. അലോട്ട്മെൻറ്റ് മണി കിട്ടുന്നു. ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്നു. ഫസ്റ്റ് കോൾ നമുക്ക് കിട്ടുന്നു. സെക്കൻഡ് കോൾ ഡ്യൂ ആവുന്നു. നമുക്ക് അരിയർ ഉൾപ്പെടെ കോൾസിൻ്റെ അരിയർ ഉൾപ്പെടെ നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് കിട്ടുന്നു അല്ലേ. അപ്പോൾ ഇത്രയും ജേണൽ എൻട്രിയാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ലാസ്റ്റ് വരുന്നത് റേഷ്യോയുടെ ഒരു പ്രോബ്ലം ആയിരുന്നു. നമുക്ക് കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ കറണ്ട് റേഷ്യോ ഇത്രയാണ്, 2:1 ആണ്. അപ്പം തന്നെ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലിക്വിഡ് റേഷ്യോ ആണല്ലേ. ഓക്കെ, ലിക്വിഡ് റേഷ്യോ 1:14:1 ആണ്. ഓക്കെ, ഈ അടുത്തത് നമുക്ക് 83.33% ആണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്, അത് കണ്ടുപിടിക്കണം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 60,000 ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ 60,000 ഡിവൈഡ് ബൈ
1,20,000 അതായത് 50% കിട്ടും അല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്കതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് AFSൻ്റെ ഉൾപ്പെടെയുള്ള ഏകദേശം ഈ വർഷത്തെ എല്ലാ +2 സംബന്ധമായുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കൊമേഴ്സിൽ നമ്മൾ ഏകദേശം എല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.